ഒരു സമരത്തിൽ നമുക്കിഷ്ടമില്ല എന്ന് കരുതി ഇതുപോലൊരു സമീപനം എടുക്കാൻ പറ്റുമോ? ഏത് സമരമാകട്ടെ. അപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കിയാൽ കേരളത്തിൽ ഏതെല്ലാം സമരം വന്നിട്ടുണ്ട്. കേരളത്തിൽ മന്ത്രിമാരെ പുറത്തോട്ട് വിടുകയില്ല എന്ന് പറഞ്ഞ് അകത്തോട്ടും കയറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഉപരോധം ഏർപ്പെടുത്തിയ കാലം മുതലേ ഉള്ള കഥയൊന്ന് എടുത്തു നോക്കൂ. സമരം ചെയ്യില്ലേ? ഏത് സമരവും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ആ സമരത്തെ ഈ രൂപത്തിൽ കൈകാര്യം ചെയ്യുന്നത് എന്തിനാണ്? അവരെ എന്തിനാണ് ഇങ്ങനെ രൂപത്തിൽ ചെയ്യുന്നത്? ഭരണഘടനാപരമായി ഇതുവല്ലം നിരോധിച്ചിട്ടുണ്ടോ? സമരമേ സാധ്യമല്ല എന്ന് ഭരണഘടനാ പ്രപക്ഷം വല്ലതും ഉണ്ടോ? നമ്മളുടെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, അത് മൗലികാവകാശം. ആ മൗലികാവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരാൾ അഭിപ്രായം പറയുന്നതും അഭിപ്രായം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നതും. ആ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നതിന് ഒരു ഭാഗമല്ലേ അജിറ്റേഷൻ. എന്തിനാണ് അജിറ്റേഷനെ നമ്മൾ എതിർക്കാൻ പോകുന്നത്? ഭരണഘടനാപരമായ ഒരു അവകാശത്തെ നമ്മൾ ഹനിക്കും എന്നൊരു വാശി എടുക്കേണ്ട കാര്യമുണ്ടോ? പക്ഷേ ടി ജി മോഹൻദാസിനെതിരെ ഇത്രത്തോളം വലിയ അധിക്ഷേപം നടത്തി പരാതി വന്നിട്ട് പോലും ഒരു നടപടിയിലേക്ക് നീങ്ങാൻ ഒരു വലിയ കാലതാമസം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന ഞാനൊരു പർട്ടിക്കുലർ കേസിനെ കുറിച്ചോ ഒരു വ്യക്തിയെക്കുറിച്ചോ അല്ല പറയുന്നത്. ഒരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ പല രൂപത്തിലുള്ള വ്യാഖ്യാനവും ദുർവ്യാഖ്യാനവും ഉണ്ടാകാം. ഒരു പർട്ടിക്കുലർ ഇഷ്യൂവിനെ കുറിച്ച് പറയുമ്പോൾ അതിനെ മറുവശം പറഞ്ഞു വേണമെങ്കിൽ തർക്കിക്കാം. ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം സമരം ചെയ്തു. സമരം ചെയ്യാൻ അവകാശമില്ലേ? ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യയിൽ സമരം ചെയ്യാത്ത ആളുകളുള്ളത്? എല്ലാ ആളുകളും സമരം ചെയ്തിട്ടുണ്ട്. നമ്മൾ സമരം ചെയ്യുമ്പോൾ മാത്രമേ ന്യായമുള്ളൂ. നമുക്കെതിരെ സമരം ചെയ്താൽ അതിലൊരു ന്യായവും ഇല്ല എന്നൊരു തീരുമാനം എടുക്കാൻ പറ്റുമോ? ഭരണഘടന എല്ലാവർക്കും ഒരുപോലെയല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്താൻ ആർക്കും സാധ്യമല്ല. നമുക്ക് നമ്മളുടേതായ ഒരു അഭിപ്രായമില്ലേ? അതുകൊണ്ടാണ് അവരുടെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് സമരം ചെയ്യുന്നത്. അതിനെ വെടിവെച്ച് കൊല്ലണം എന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യയിൽ ആരെങ്കിലും മിച്ചത്തിക്കുമോ? ഓരോരുത്തരുടെ കാര്യം എടുത്ത് നോക്കൂ. എല്ലാവരും സമരം ചെയ്തിട്ടുണ്ട്. സ്പീക്കർ, അതേപോലെ തന്നെ താങ്കളുടെ സഭയിൽ 10 വർഷം ഭരിച്ച മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായിരിക്കും, ചെറുപ്പക്കാരനൊരു ഒരാൾ മുഖ്യമന്ത്രിയായിരിക്കും. സഭ നിയന്ത്രിക്കുന്നതിൽ അങ്ങക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ സഭ വളരെ എന്തായിരുന്നു അങ്ങയുടെ ഒരു അനുഭവം? അവർ സഭയിലെത്തി എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ തന്നെ എലിവേറ്റഡായി എന്നൊരു മട്ടിലാണ് ഞാനിരിക്കുന്നത്. ഞാൻ പറയുന്നത് പ്രതിപക്ഷത്തിലിരുന്നാലും ഭരണകക്ഷിയിലിരുന്നാലും സഭാ നേതാവായാലും അവർക്കെല്ലാം കൃത്യമായ ഒരു സ്ഥാനമുണ്ട്. കൃത്യമായ രൂപത്തിൽ അവരെ ബഹുമാനിക്കേണ്ട കാര്യങ്ങളുമുണ്ട്. നമ്മളത് മാത്രമേ ചെയ്യത്തുള്ളൂ. സ്വാഭാവികമായിട്ടും ഒരു മുഖ്യമന്ത്രിയായിട്ട് വളരെ ഫ്രഷായിട്ടുള്ള ഒരു ചെറുപ്പത്തിൻ്റെ ഒരു തുടിപ്പുള്ള ഒരു മുഖ്യമന്ത്രി വന്നു. 10 കൊല്ലത്തെ മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്ന നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ പ്രതിപക്ഷ നേതാവാകുന്നു. അത് നല്ലതല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ തീരുമാനങ്ങൾക്കും ആ പക്വത ഉണ്ടാകും. ഞാൻ പറഞ്ഞത് അവർ നിയമസഭയിൽ നടത്തുന്ന പെരുമാറ്റത്തിനും ആ പക്വത ഉണ്ടാകും. ആ പക്വതയല്ലേ നമുക്ക് ആവശ്യമായിട്ടുള്ളത്, ഒരു സ്പീക്കർക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ അവരുമൊക്കെ ആയിട്ട് നല്ല ബന്ധത്തിലും നല്ല റാപ്പോർട്ടിലും പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ഇതുവരെ അങ്ങനെ ഞാൻ പോയിട്ടുള്ളത്. ഏതെങ്കിലും ഒരു മാജിക്ക് നിൽക്കുന്ന ആളുകളാണോ ഈ പ്രമുഖരായിട്ടുള്ള ആളുകൾ? അവർക്ക് അവരുടേതായ വ്യക്തിത്വമുണ്ട്. നമ്മൾ ആ വ്യക്തിത്വം അംഗീകരിച്ചു പോയാൽ പ്രശ്നം തീർന്നല്ലോ. നമ്മൾ അതിനോട് കൺഫ്രണ്ട് ചെയ്യാൻ പോകുമ്പോഴല്ലേ പ്രശ്നം. ഞാനങ്ങനെ കൺഫ്രണ്ട് ചെയ്തതാണോ ചെയ്യേണ്ടത്? അതൊരു സ്പീക്കറുടെ നടപടിയാണോ? അല്ല. കൺഫ്രണ്ടേഷനേക്കാൾ കൂടുതൽ കൺസീലിയേഷനാണ്. ആ കൺസീലിയേറ്ററി ആറ്റിറ്റ്യൂഡ് ഉള്ളത് കൊണ്ട് ആർക്കും ഒരു വിഷമങ്ങൾ ഉണ്ടാകാതെ ഭദ്രമായി പോകാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ ഇതുവരെയുള്ള അനുഭവം. സാർ, അങ്ങനെയുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഈ CM ഹെലികോപ്റ്റർ യാത്രയെ കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ചിത്രം നൽകാൻ കഴിയാതെ അദ്ദേഹം ആരെ കണ്ടു എന്നുള്ളത് ദുർബലമാണ്. മാത്രമല്ല, അദ്ദേഹം ആദ്യം പറഞ്ഞത് അവര് ദില്ലിയിലേക്ക് മടങ്ങും, ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് പെട്ടെന്ന് പോയി കാണണമെന്നുണ്ടായിരുന്നു. രണ്ടാമത് അതേക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ എറണാകുളത്ത് വൈകിട്ട് കാണും, അപ്പോൾ അദ്ദേഹത്തെ കണ്ടതാണ്. അപ്പൊ ആ പറഞ്ഞതിനകത്ത് തന്നെ വൈരുദ്ധ്യങ്ങളുണ്ട്. പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് മുഖ്യമന്ത്രി ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിൽ വിവാദങ്ങൾ എന്തിനാണ് ഉണ്ടാക്കുന്നത്? അതൊരു വിവാദത്തിൻ്റെ ഐറ്റം അല്ലല്ലോ. നമുക്ക് യാത്ര വേഗത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൗകര്യമാണ് ഒരു ഹെലികോപ്റ്റർ. അത് ഉപയോഗിക്കട്ടെ. അത് ഉപയോഗിക്കാൻ എലിജിബിലിറ്റി ഉള്ള ആളാണോ ഇല്ലയോ എന്ന് നോക്കിയാൽ മതിയല്ലോ. മുഖ്യമന്ത്രി എലിജിബിൾ അല്ലേ? അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് അതിൽ യാത്ര ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം എന്തിന് പർട്ടിക്കുലർ ഡേയിൽ പർട്ടിക്കുലർ ടൈമിൽ പോയി എന്നുള്ളതൊക്കെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്.
ഞാനതിൽ പറയേണ്ട കാര്യമില്ല, ഞാനതിന് വിശദീകരണം കൊടുക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് അത് ഉപയോഗിക്കാനുള്ള എലിജിബിലിറ്റി ഉണ്ടോ ഇല്ലയോ, അതാണ് എൻ്റെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം. എലിജിബിലിറ്റി ഉണ്ട്. അത് സംസ്ഥാനത്തെ അത് പറയുന്ന വാക്കിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. സംസ്ഥാനത്തിൻ്റെ പൊതു താല്പര്യത്തിന് വേണ്ടി കണ്ടു എന്നാണ് പറഞ്ഞത്. ഇത് കാണാം, ഒരു മുഖ്യമന്ത്രിക്ക് കാണരുതോ? കാണണമല്ലോ. കാണുന്നതിന് എന്ത് കുഴപ്പം? അല്ല, മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തതല്ലല്ലോ, പക്ഷെ മുഖ്യമന്ത്രി അതിൽ വ്യക്തത വരുത്താൻ തയ്യാറായിട്ടില്ല. ഓരോ തവണ മാധ്യമങ്ങളെ കാണുമ്പോഴും അതിൽ ഓരോ കാര്യങ്ങളാണ് പറയുന്നത്. പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി തന്നെ പറയുന്നു. ഈ പൊതുസമൂഹത്തിന് മുന്നിൽ ഒരു വ്യക്തത നൽകാൻ മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല. എനിക്ക് അതിനെക്കുറിച്ച് ഒരു നല്ല ക്ലാരിറ്റിയുള്ള ഒരു തിങ്കിങ് ഉള്ളത്. കാരണം ഒരു മുഖ്യമന്ത്രിക്ക് ആ സ്റ്റേറ്റിൻ്റെ വക സ്റ്റേറ്റ് വാടകയ്ക്കെടുത്ത ഒരു ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യാൻ പാടില്ല. ഉണ്ട്, പോകാം. ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്, അതിന് ശേഷം ഉണ്ടാകാം. സിറ്റുവേഷൻ്റെ ഒരു അഗ്രീവ്നെസ് അനുസരിച്ചല്ലേ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത്. അതങ്ങനെ ആകുന്നതിൻ്റെ എന്ത് തടസ്സമാണ്? അല്ല, ഇപ്പോഴും നമ്മൾ പറയുന്നത് മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിൽ വിവാദമൊന്നല്ല പറയുന്നത്. ആ ഉപയോഗിച്ചതിൽ തന്നെ മുഖ്യമന്ത്രി ഒരു വ്യക്തത ആരെ കണ്ടു എന്നതിൽ ഓരോ തവണയും ഓരോ കാര്യങ്ങളാണ് പറയുന്നത്. മുഖ്യമന്ത്രി തന്നെ ഒരു വ്യക്തത വരുത്തുന്നില്ല. അത് മുഖ്യമന്ത്രിയോട് നിങ്ങൾക്ക് നല്ല അടുപ്പമല്ലേ? അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹം നന്നായിട്ട് അത് ക്ലാരിഫൈ ചെയ്യും.